കരുതിയിരുന്ന എല്ലാ നായ്ക്കളും സത്യം ഒരിക്കൽ തെളിയും. ഞാൻ ജീവനോടെ ഇല്ലെങ്കിലും ചോറ് കൊണ്ട് എനിക്കായുള്ള നീതി നേടിത്തരാൻ അവൻ വരും. ഭൂമിയിൽ പെറ്റ തള്ള പോലും തള്ളി പറഞ്ഞവനെ മറ്റാരും വിശ്വസിക്കില്ലെന്നറിയാം. എങ്കിലും ഞാൻ പറയുക, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവളെ ഞാൻ കൊന്നിട്ടില്ല. അവന്റെ അലർച്ചയിൽ ആൾക്കൂട്ടം നടുങ്ങി. പിന്നിലേക്ക് തിരിച്ച് വിലങ്ങിട്ട് മുഷ്ടിയിട്ടവ കയ്യിലെ ഞരമ്പുകൾ പിടച്ചു. ആൾക്കൂട്ടത്തിൽ അവന്റെ കണ്ണുകൾ ആരെയോ പരതി. പിന്നെ പ്രതീക്ഷിച്ചൊന്നും കാണാത്ത പോലെ നിരാശയോടെ മുഖം താഴ്ത്തി. ചുവന്ന് കലങ്ങിയ മിഴിയിൽ നിന്നൊരിറ്റ് താഴേക്ക് വീണു. അതൊരു അഗ്നിഗോളം പോലെ മറ്റൊരുവളുടെ നെഞ്ചിൽ കത്തി പടർന്നു. യാദവി എഴുതുന്ന അനുരാഗം എന്ന കഥ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. പ്രണയത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥ. തുടക്കം മുതൽ അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക. മനോഹരമായ കഥയാണ്. അനുരാഗം. രചന യാദവി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ CM നൂഞ്ഞേരി. മരം കൊണ്ടുള്ള ചെറിയ ഗേറ്റിന്റെ അഴികൾ എത്രയെന്ന് എണ്ണുന്നതിൽ പതിയെ പോലെ പരാജയം സമ്മതിച്ചുകൊണ്ട് കുഴഞ്ഞ നാവ് ഉയർത്തി അവൻ ഉറക്കെ വിളിച്ചു. അമ്മേ, മമ്മി, കൊച്ചേ, മോളെ, എന്റെ പൊന്നമ്മേ. അവന്റെ നിലവിളി കേട്ട് വീടിന് ചുറ്റുമുള്ള തോട്ടത്തിലെ ആണുങ്ങളൊന്ന് തലയുയർത്തി നോക്കി. പെണ്ണുകൾ അമർത്തി ചിരിച്ചു. പൂട്ടിയിട്ടില്ലാത്ത ഗേറ്റ് ഒന്ന് തള്ളി നീക്കി തുറക്കാൻ പോലും ആവതില്ലാതെ അവൻ ഗേറ്റിലേക്ക് തന്നെ ചാരിക്കിടന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടിരുന്നു. ആലക്കൽ തറവാടിന് അതൊരു പതിവ് കാഴ്ചയായിരുന്നു. അന്നാട്ടിലെ പ്രധാന കുടുംബമാണ് ആലക്കൽ കുടുംബം. അപ്പനപ്പൂപ്പന്മാരുടെ വകയിൽ 100ഓളം കുടുംബക്കാർ പലയിടത്തും പരന്നു കിടക്കുന്നു. വർഷത്തിലൊരിക്കൽ കുടുംബസംഗമമുണ്ട്. എല്ലാവരും ഉന്നത പദവിയും വിദ്യാഭ്യാസവും ജോലിയും പണവും പ്രതാപവും ഉള്ളവർ. അതിൽ ഇതൊന്നു മാത്രമാണ് ഇങ്ങനെ. ബുദ്ധിയും കഴിവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ വെള്ളത്തിനടിയിലാണെന്ന് മാത്രം. താമര പോലെ ഏതു നേരം വെള്ളത്തിലാടി നടക്കുന്ന ആലക്കൽ ഡേവിഡ് എല്ലാവർക്കും അപമാനമാണ് എന്നതാണ് പരസ്യമായ രഹസ്യം. ഈ തറവാട്ടിൽ 2 കുടുംബങ്ങളാണ് താമസം. ആലക്കൽ തോമസും ചേട്ടൻ ചാക്കോയും. തോമസിന്റെ ഭാര്യ ത്രേസ്യാമ്മ, മക്കൾ ഡേവിഡ്, റോബിൻ. ചാക്കോയുടെ ഭാര്യ മോളി എന്ന മോളമ്മ, മക്കൾ ലില്ലി, ലിജു, ലൈല. എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞു. ലിജുവിന്റെ ഭാര്യ റോസി നേഴ്സാണ്. മകൾ ആലി. സഹതാപത്തോടെ അവരെ നോക്കിയ ശേഷം പണിക്ക് നിൽക്കുന്നവർ അവരവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. സ്നേഹം കൊണ്ട് അകത്തേക്ക് പിടിച്ചു കയറ്റാൻ പോയാൽ നല്ല തെറിയാവും സമ്മാനം. അമ്മയെ വിളിച്ചാൽ അമ്മ തന്നെ ചെല്ലണം. ഏത് പാതിരാത്രിയായാലും അവന് നിർബന്ധമാണ്. ത്രേസിയെ, ദാണ്ടിടി, നാട് നിരങ്ങി നടന്നിട്ട് നിന്റെ സന്താനം ഗേറ്റിൽ അലക്കിയടിച്ച തുണി കണക്കിന് കിടന്ന് തൂങ്ങിയാടുന്നു. പോയി എടുത്തോണ്ട് വാ. മോളമ്മ പുച്ഛത്തോടെ ത്രേസിയെ നോക്കി. മറുപടിയൊന്നും പറയാതെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവർ അടുക്കളയുടെ പിന്നിലൂടെ ഗേറ്റിന്റെ അരികിലേക്ക് നടന്നു. എന്റെ പൊന്ന് ഡേവി, അപ്പച്ചന് ഇവിടെ ഇല്ലാത്ത എന്റെയും നിന്റെയും ഭാഗ്യം. അല്ലെങ്കിൽ ഇന്നും കിട്ടിയാനെ എനിക്കും നിനക്കും. അവന്റെ കൈ തോളിലേക്ക് എടുത്തു വെക്കുന്നതിനിടെ അവർ വിതുമ്പലോടെ പറഞ്ഞു. എന്റെ ഗോൾഡൻ മദർ, ഒന്നും പേടിക്കണ്ട. തല്ലൊക്കെ ഞാൻ നിന്ന് വാങ്ങിക്കോളാം. മമ്മി ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അവൻ അബോധാവസ്ഥയിൽ വിളിച്ചു പറഞ്ഞു. അതെ അതെ, എന്റെ ശരീരം മുഴുവൻ നീ തല്ലുവാങ്ങിന്റെ വകയിൽ എനിക്ക് കിട്ടിയ സമ്മാനങ്ങളാ. അവർ സങ്കടത്തോടെ പറഞ്ഞു. ആഹാ, അമ്മച്ചി അന്തിക്രിസ്തുവിനെയാണോ പൊക്കിക്കൊണ്ടുവന്ന്? ഞാൻ കരുതി വല്ല കോലവുമാണെന്ന്. റോബിൻ വാതിൽ നിന്ന് പുഞ്ചിരിച്ചു. നിന്ന് ചിരിക്കാതെ ഇച്ചാനൊന്ന് പിടികടാ മോനെ, അമ്മച്ചിക്ക് തോളുവേദനിക്കും. ഡേവിഡ് അവനെ നോക്കി പറഞ്ഞു. അതോടെ അവനും കൂടി താങ്ങി പിടിക്കാൻ. പതിവ് പോലെ മോളം അവനെ 4 പറയാൻ ഉമ്മറത്തേക്ക് വന്നു. ദേവി, ഈ തറവാടിന്റെ അന്തസ്സും അഭിജാത്യവും നശിപ്പിക്കാൻ വേണ്ടി മാത്രം ജന്മെടുത്താണെന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട് നിന്നെ പറ്റി. നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? നാടിനും വീടിനും ആർക്കും ഉപകാരമില്ലാത്തൊരു ജന്മം. അവർ ഉറഞ്ഞു തുള്ളി. അവര് പറഞ്ഞ അക്ഷരം പ്രതി ശരിയായതുകൊണ്ട് ആരും ഒന്നും എതിർത്തു പറഞ്ഞില്ല. ഡേവിഡ് കുറുമ്പോടെ അവരെ നോക്കി. വലിയ മമ്മി, എന്താണ് സാത്താനെ? ഐ ലവ് യു. അതും പറഞ്ഞവൻ സോഫയിലേക്ക് വീണു. ബോധം കെട്ടുറങ്ങുന്ന അവൻ അനുകമ്പയോടെ നോക്കിയിരുന്നു ത്രേസ്യാമ്മ. നാളത്തെ പുലരി മുതൽ എല്ലാവരുടെയും ജീവിതം മാറി മറിയുകയാണെന്നറിയാതെ ആ രാത്രി ആലക്കൽ തറവാട് സുഖമായി ഉറങ്ങി. നിർത്താതെ കോളിംഗ് ബെല്ല് മുഴങ്ങുന്ന ശബ്ദം കേട്ടാണ് മോളം എഴുന്നേറ്റത്. ഇവിടെ ഉള്ളവരൊക്കെ ചത്തോ നാശം. പിറുവിറുത്തുകൊണ്ട് അവർ വാതിൽ തുറന്നു. വാതിലിൽ നിന്ന് നടക്കുന്ന കൊച്ചുമോനെന്ന രാജുവിനെ കണ്ട് അവരൊന്ന് ഞെട്ടി. അണപ്പും കിതപ്പും കൊണ്ട് അയാളുടെ കണ്ണു തള്ളിയിരുന്നു. നെഞ്ചു തിരുമ്മിക്കൊണ്ട് അയാൾ നിലത്തേക്കിരുന്നു. എന്താ കൊച്ചുമോനെ, നിനക്ക് എന്താ പറ്റിയേ? വയ്യായിക വല്ലതാണോ? വണ്ടി ഇറക്കാൻ പറയട്ടെ റോബിനോട്? അവർ പരിഭ്രാന്തിയോടെ അയാൾക്കൊപ്പം നിലത്ത് മുട്ടുകുത്തി. നാട്ടിലെ പ്രമുഖനായ ഒരു വാർത്താവിതരണക്കാരൻ എന്ന നിലയിൽ എല്ലാവർക്കും അയാൾ വലിയ കാര്യമായിരുന്നു. ഒരു വീട്ടിലെ വാർത്ത മറ്റൊരു വീട്ടിലെത്തിക്കുന്നില്ലാതെ ഒരു കള്ളവും പറയില്ല എന്നത് അയാളുടെ ഒരു വലിയ ഗുണമായി നാട്ടുകാർ കണ്ടിരുന്നു. ത്രേസിയെ, ഇച്ചിരി വെള്ളം കൊണ്ടുപോവാ വേഗം. മോളമകത്തേക്ക് നോക്കി നിലവിളിക്കും പോലെ പറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ത്രേസ്യ വെള്ളവുമായി ഓടിയെത്തി. കിതപ്പ് അല്പവും നടങ്ങി. ശ്വാസമൊക്കെ നേരെയായപ്പോൾ അയാൾ ആയാസപ്പെട്ടുകൊണ്ട് എഴുന്നേറ്റ് നിന്നു. ഞാനിവിടെ ഒരു വിവരം അറിയിക്കാൻ വേണ്ടി വന്നതാ മോളമമ്മേ, അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു.
എന്നതാ കൊച്ചു മോനെ? കൈതക്കര ജാൻസി മോളില്ലേ, ഡേവിഡ് പിന്നാലെ നടന്ന ആ കൊച്ച്. അതോടെ മോളമ്മയുടെ ഭാവം മാറി. അവൾക്ക് ഇവനെ ഇഷ്ടമൊന്നുമില്ല, ഇവൻ പിന്നാലെ വെറുതെ വായി നോക്കി നടന്നതല്ലേ. അവരുടെ സ്വരത്തിൽ പുച്ഛം നിറഞ്ഞു. അതെന്തെങ്കിലും ആവട്ടെ അമ്മാമേ, പ്രശ്നം അതല്ല. ആ കൊച്ചിനെ ആരാണ്ട് നമ്മുടെ ആലക്കര പമ്പ് ഹൗസിന്റെ അടുത്ത് കൊന്നിട്ടിരിക്കുന്നു. എന്റെ കർത്താവേ! കൈകൊണ്ട് നെഞ്ചിലൊന്ന് ആഞ്ഞടിച്ച് ത്രേസ്യാമ്പിന്റെ നിലത്തേക്ക് കുഴഞ്ഞിരുന്നു. മോളമ്മ രാന്തലോടെ അവർക്കരിയിലേക്ക് ചെന്നു. എന്നതാ ത്രേസിയെ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അവരുടെ ശബ്ദം കിടറി. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഡേവിഡിന്റെ ജാൻസിയോടുള്ള സ്നേഹത്തിന്റെ ആഴം കരക്കാർക്ക് മുഴുവനും അറിയാം. കൈതപ്പുഴ കരകവിഞ്ഞ് ഭ്രാന്തെടുക്കുന്ന ഒരു മഴക്കാലത്ത് വെള്ളപ്പാശിൽ പെട്ടുപോയ അവളെയും അനിയത്തിയെയും ജീവൻ പണവെച്ച് രക്ഷിച്ച അന്നു മുതൽ തുടങ്ങിയതാണ് ജാൻസിയോടുള്ള സ്നേഹം. പക്ഷേ ജാൻസി ഒരിക്കലും അവനെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല, വേണ്ടുവോളം അവഗണിച്ചിരുന്നു. ആലക്കൽ കുടുംബത്തിലെ വേലക്കാർക്ക് അവൾ കൊടുക്കുന്ന പരിഗണന പോലും ജാൻസി അവനോട് കാണിച്ചില്ല. ഒക്കെ അറിയാമായിരുന്നിട്ടും ഒരിക്കൽ പോലും അവളെ ഹൃദയത്തിൽ നിന്നും പടിയിറക്കി വിടാൻ ഡേവിഡ് ഒരുക്കമായിരുന്നില്ല. മദ്യലഹരിയിലും അല്ലാതെയും ഡേവിഡിൽ നിറഞ്ഞ പ്രണയത്തിന്റെ ആഴവും പരപ്പും നന്നായി അറിയാവുന്ന ത്രേസിക്ക് അത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. എന്നിട്ട് എന്തായി? ഈ ചായമാർക്കപ്പം രാവിലെ അവിടേക്കാണ് തിരക്കിയിട്ട് പോയത്? മോളം ഉദ്യോഗത്തോടെ ചോദിച്ചു. ആലക്കൽ തറവാട്ടിലെ എല്ലാ പ്രമുഖന്മാരും കാരണന്മാരും അച്ഛന്മാരും മെത്രാമാരും എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. എല്ലാവരുടെയും അടുത്ത് നിന്നാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങളാരെയും അവിടെ കാണാനില്ല. അപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന്. അയാൾക്ക് ഇതപ്പോടെ പറഞ്ഞു. പക്ഷേ ഞാൻ വന്ന് ഇവിടെ അറിയിക്കാൻ മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനാ. തോമാചായൻ പറഞ്ഞു ഡേവിഡിനോട് ഇന്ന് തന്നെ സ്ഥലത്തേക്ക് പോയിക്കൊള്ളാൻ. എന്തിന്? മോളമ്മയുടെ സ്വരമുയർന്നു. അത് ജാൻസി മോളെ കൊന്ന ഡേവിഡാണെന്ന് കൈതക്കൽ കുടുംബക്കാർക്ക് സംശയമുണ്ടെന്ന് അവർ പോലീസിന് മൊഴി കൊടുത്തു. തറയിൽ കൂടം കൊണ്ട് അടിയേറ്റ പോലെ തോന്നി ത്രേസിക്ക്. അമ്മ പിന്നിലേക്ക് മറിയുന്നുണ്ട്. റോബിൻ ഓടി വന്നപ്പോഴേക്കും താഴെ വീണിരുന്നു ത്രേസ്യ. ഇതേ സമയം ഡേവിഡിന്റെ മുമ്പിൽ ശബ്ദിച്ചു. അപ്പുറത്തുനിന്ന് കേട്ട വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ അവന് തല പെരുത്തു കയറി. ഒടുവിൽ സങ്കടം സഹിക്കാൻ കഴിയാതെ അവൻ ഉച്ചത്തിൽ അലറി വിളിച്ചു, ജാൻസി! അവന്റെ അലർച്ചയിൽ ആലക്കൽ തറവാട് വിറവുണ്ട്. മകന്റെ അലർച്ച കേട്ട് ത്രേസ്യ മുകളിലേക്ക് ഓടി. എല്ലാം തല്ലി തകർത്തുകൊണ്ട് ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ട് അവരെ തുറച്ചു നോക്കി അവന്റെ കണ്ണുകളിലെ ഭാവം മാറി. പൊട്ടിക്കരഞ്ഞുകൊണ്ടാൻ അവരുടെ നെഞ്ചിലേക്ക് വീണു. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ ഒരു പ്രതിമ പോലെ നിന്നു. യാന്ത്രികമായി അവരുടെ കൈകൾ അവനെ തലോടി. അവനവരുടെ ചുമലിലൂടെ കണ്ണീർ പുഴയൊഴുക്കി. അവസാനമായിട്ട് എനിക്ക് അവളൊന്ന് കാണണം അമ്മച്ചി. അപ്പോൾ ഇവിടെ പറ, അവിടെ വരെ ഒന്ന് കൊണ്ടുപോവാ. ഒരു പിടി മണ്ണ് കൊടുക്കാനെങ്കിലും എന്നെ അനുവദിക്കാൻ പറ. അല്ലെങ്കിൽ അമ്മച്ചിയുടെ ഡേവി ചങ്ക് പൊട്ടി ചത്തുപോകും. അറിയാലോ അമ്മച്ചിക്ക്, കള്ളിലാറാടി നിന്നാലും അവൾക്ക് പകരം മറ്റൊരാളിൽ 100 തവണ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അമ്മയോടല്ലേ. ഒരു തവണ എനിക്കൊന്ന് കാണണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ വെച്ച് എന്റെ സ്വന്തം കുറിച്ച പെണ്ണ കല്ലറിയിൽ വെച്ച് കാണാൻ പോകുന്നത് ആലക്കൽ തറവാട്ടിലെ അസുരവത്തിന് തമ്പുരാൻ കൽപ്പിച്ച് നൽകിയ വിധി. പക്ഷെ അമ്മച്ചി, ദേവി എന്നോളം നല്ലതല്ലാത്തൊന്നും ചെയ്തിട്ടില്ല. ആർക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. വെള്ളത്തിലാറാടി നിന്നാലും എന്റെ വാക്കുകൊണ്ട് പോലും ഒരാളെ മുറിവേൽപ്പിച്ചിട്ടില്ല. കർത്താവിന് നിരക്കാത്തൊന്നും ദേവി ചെയ്തിട്ടില്ല. പദം പറഞ്ഞു കരയുന്നവന് വെറുതെ തലോടാനല്ലാതെ നാവ് ഉയർത്താനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല ത്രേസിക്ക്. കർത്താവിന് നിരക്കുന്നതാണോടാ കൊലപാതകം? ആ കൊച്ചിനെ കൊന്നു തള്ളിയച്ച് നിന്ന് മോങ്ങുന്നോ? കൈതക്കൽ കുടുംബക്കാർ കയറി നിരങ്ങും മുമ്പ് സേലത്തിന് കടന്നോളം പറഞ്ഞു ദൂതയച്ചിരിക്കുന്നതിന്റെ അപ്പൻ നിന്ന് മോങ്ങാൻ സ്ഥലം കാലിയൊക്കെ നോക്കണം. മോളമ്മ കോപം കൊണ്ടെന്ന് വിറച്ചു. ഒരു നിമിഷം കൊണ്ട് തനിക്ക് ചുറ്റും ഇരുൾ പറക്കും പോലെ തോന്നി അവന്. വേച്ച് നടന്നുകൊണ്ട് അവൻ മോളമ്മയുടെ മുമ്പിലെത്തി. മമ്മി എന്താ പറഞ്ഞു? മോളമ്മയ്ക്ക് വീണ്ടും കോപം ഇരച്ചു കയറി. പറഞ്ഞു കേട്ടില്ലടാ നീ ആ കൊച്ചിനെ കൊന്നെന്ന്. പിന്നാലെ നടക്കില്ലായിരുന്നോ? കൊന്നില്ലെന്ന് പറഞ്ഞ എല്ലാവരും വിശ്വസിക്കും. എത്ര തവണ കള്ളുടിച്ച് അവിടെ കൈ കയറി പിടിച്ചിട്ടുണ്ട് നീ, എന്നിട്ട് അടി വാങ്ങിച്ചിട്ടുണ്ട്. ചിലപ്പോ അതുപോലെ കയറി പിടിച്ചിട്ടുണ്ടാവും. ബോധമല്ലല്ലോ ഒരിക്കലും. കൈതക്കൽക്കാർ നിനക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ട്. അവരുടെ കൈ കൊണ്ട് ചാവാതെ തോമ പറഞ്ഞ പോലെ സ്ഥലത്തേക്ക് പുറപ്പെടാൻ നോക്ക്. ആ ഒരു പുച്ഛത്തോടെ ത്രേസിയെ നോക്കി. അമ്മച്ചി വിശ്വസിക്കുന്നുണ്ടോ ഞാനത് ചെയ്തത്? അവൻ കരയുന്ന സ്വരത്തിൽ അവരെ നോക്കി. നീ അങ്ങനെ ചെയ്തില്ലെന്ന് പറയാൻ എൻ്റെ മകനൊരു രാത്രി പോലും അമ്മച്ചി സ്വഭാവത്തിൽ കണ്ടിട്ടില്ലല്ലോ. എങ്കിലും കർത്താവിന് നിരക്കാത്തൊന്നും നീ പ്രവർത്തിക്കില്ലെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ അങ്ങനെയല്ലെന്ന് തെളിഞ്ഞാൽ പിന്നെ ഈ അമ്മച്ചി ജീവിച്ചിരിക്കില്ല ദേവി. ആ മറുപടിയിൽ തകർന്നവൻ നിലത്തേക്കിരിക്കവേ നിരനിരയായി കാറുകൾ ആലക്കൽ തറവാടിന്റെ മുറ്റത്തേക്ക് വന്നു നിന്നു. വാതിൽ തുറന്ന് അലറിക്കൊണ്ട് ലിജു അകത്തേക്ക് കയറി. ഒരിക്കു പോലെയുള്ള അവന്റെ ശരീരവും കൂട്ടുപുരികങ്ങൾക്ക് താഴെ കോപത്തിൽ തിളക്കുന്ന കണ്ണുകളും കാണുകെ ത്രേസ്യ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇനി നടക്കാൻ പോകുന്ന എന്താണെന്നറിയാതെ സ്ത്രീകൾ നിശബ്ദരായി നിൽക്കവേ ലിജു ഡേവിഡിന്റെ 2 കവിളിലും ആഞ്ഞടിച്ചു. നീ പറഞ്ഞ പോലെ തന്നെ ചെയ്തു അല്ലേ? കെഞ്ചിട്ട് കിട്ടില്ലെങ്കിൽ കിട്ടാനുള്ള വഴി നിനക്ക് അറിയാമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. ഗർഭിണിയായപ്പോ നിന്റെ വഴിക്ക് കിട്ടിയില്ലടാ. പിന്നെ എന്തിനാ അതിനെ കൊന്നു തള്ളിയത്?
ഡേവിഡിന്റെ തലക്കുള്ളിൽ ലിജുവിന്റെ വാക്കുകൾ ചുഴലിക്കാറ്റ് പോൽ ചീറിയടിച്ചു. എല്ലാവരും ഉപദ്രവിച്ച് രക്തം ചീറ്റുമ്പോഴും അവന്റെ ഹൃദയം വേദനകൾ അറിയാതെ ലിജുവിന്റെ വാക്കുകളിൽ കുരുങ്ങിക്കിടന്നു. മതി, നിർത്താൻ, എല്ലാരും കൂടി അവരെ തല്ലിക്കൊല്ലണ്ട. ത്രേസി അലറി. ആദ്യമായി അവരുടെ മുഖത്തെ രൗദ്രഭാവം കണ്ട് മോളമ്മ പോലും ഒന്ന് കിടുങ്ങി. തോമസ് പകപ്പോടെ അവരെ നോക്കി. നിനക്ക് ഉറപ്പാണ് ലിജു ഇവനാണ് ഇത് ചെയ്തതെന്ന്? ത്രേസിയുടെ കണ്ണുകൾ ലിജുവിൽ തന്നെ നോട്ടം പതിപ്പിച്ചു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചപ്പോഴൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ട് ഇവളെ മറ്റൊരാൾക്കും വിട്ടുകൊടുക്കില്ലെന്ന്, കൊന്നിട്ടായാലും സ്വന്തമാക്കുന്നൊക്കെ. അത് കേട്ടത് ഞാൻ മാത്രമല്ല, പപ്പയും ടോമിയും ക്രിസ്റ്റിയും ഒക്കെ കേട്ടതാ. പിന്നെ ഒരു ദിവസം രാത്രി അവൻ പമ്പിന്റെ അവിടെ ഉടുതുണില്ല എന്നപ്പോ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അന്നും ബോധമില്ലായിരുന്നുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇവന്റെ സ്ഥിരം വെള്ളെടുത്ത ആവളത്തിലാ ആ കൊച്ചിന്റെ ബോഡി കിടന്ന്. അവൾക്കൊരു നല്ല ആലോചന ഒത്തുവന്നായിരുന്നു. അതിന്റെ ഇടയിലാ ഇതൊക്കെ, ലിജു പറഞ്ഞു നിർത്തി. കൈതക്കൽ തറവാട്ടിൽ ആന്റണിയുടെ ജോലിക്കാർ പലയിടത്തും വെച്ച് ഇവനെ അവളെയും കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ വേറെ ആരൊക്കെ എന്തൊക്കെ തെളിവ് നിർത്തിയാലും ഇവനവന്മാര് വെച്ചേക്കില്ല. അതാണ് ചെറിയപ്പ സേലത്തേക്ക് പോകാൻ പറഞ്ഞ്. കാരണന്മാരൊക്കെ കൂടി ആലോചിച്ചെടുത്ത തീരുമാനം ലിജു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവനെ പെറ്റ ശാപം എങ്ങനെ തീരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പെറ്റവും സ്നേഹിച്ചും ലാളിച്ച് വഷളാക്കി എന്റെ മാത്രം തെറ്റാ. തോട്ടവും കച്ചവടമൊക്കെ ആയിട്ട് എന്റെ ഇച്ഛായന്റെ ഉമ്മാർക്ക് വേണ്ടിയാ വീട് വിട്ട് കിടന്ന് അലഞ്ഞത്. എന്നിട്ട് ഇങ്ങനെയായി മക്കളെങ്കിൽ അത് എന്റെ മാത്രം തെറ്റാ. ഇവൻ എങ്ങോട്ടും പോകണ്ട, ജയിലിലേക്ക് തന്നെ പോട്ടെ. എല്ലാവരും പകപ്പോടെ അവരെ നോക്കി. ഒരു പെറ്റമ്മയുടെ കണ്ണിലെ കനലിനു മുമ്പിൽ, വാക്കിലെ ചൂടിനു മുമ്പിൽ നിശബ്ദത പാലിക്കാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. ത്രേസ്യ തുടർന്നു. ഞാൻ വളർത്തി എൻ്റെ മകൻ അത് ചെയ്യില്ലെന്ന് എൻ്റെ മനസാക്ഷി മന്ത്രിക്കുമ്പോഴും ബോധമില്ലാതെ എല്ലാ രാത്രിയിലും കടന്നു വരുന്ന മകനെ വിശ്വസിക്കാൻ ബുദ്ധി അനുവദിക്കുന്നില്ല. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം, ചെയ്തിട്ടില്ലെങ്കിൽ തലയുയർത്തിപ്പിടിച്ച് ജീവിക്കണം. രണ്ടായാലും എനിക്ക് സ്വീകാര്യമാണ്. കൈതക്കല പകമൂത്ത ആളുകൾ ഇവൻ അപരാധിയാണോ നിരപരാധിയാണോ തെളിയിക്കാനൊന്നും കാത്തു നിൽക്കില്ല. സേലത്തേക്ക് അയച്ചാൽ ഇവന്റെ ജീവൻ സുരക്ഷിതമല്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ അവന് സുരക്ഷിതമായ ഒരിടം ജയില് മാത്രമാ. അവിടേക്ക് തന്നെ പോട്ടെ. എല്ലാവരും അവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു. ആ തീരുമാനമാണ് ശരിയെന്ന് എല്ലാവർക്കും തോന്നി. ഇത്തരമൊരു സാഹചര്യത്തിൽ പോലും വളരെ ചിന്തിച്ച് ഉറച്ച തീരുമാനങ്ങൾ പറഞ്ഞ അവരോട് തലമൂത്ത കാരണവന്മാർക്ക് പോലും അല്പം ബഹുമാനം തോന്നി. അതവരുടെ നോട്ടത്തിൽ പ്രതിഫലിച്ചു. എന്നാൽ തോമസ് മാത്രം നിർവികാരനായി നിന്നു. ഇതിനു മുമ്പ് ത്രേസി എടുത്ത തീരുമാനങ്ങളൊന്നും പിഴച്ചിട്ടില്ലെന്ന് അയാൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. കള്ളുടിക്കുന്നതിനും കൂട്ടുകെട്ടുന്നതിനൊക്കെ ബെൽറ്റ് കൊണ്ടുവരെയും തല്ലാറുണ്ടായിരുന്നെങ്കിലും അവനിത് ചെയ്യില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. മാത്രമല്ല, ഭാര്യയുടെ വാക്കുകളിലൂടെ മകൻ ആ കുട്ടിയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും പറഞ്ഞാൽ തന്റെ മകനെ രക്ഷിക്കാൻ കഴിയില്ലെന്നും ബോധമുള്ളതിനാൽ നിശബ്ദനായി നിർവികാരനായി നിന്നു. എല്ലാവരും പിരിഞ്ഞു പോയപ്പോഴും നിലത്ത് ചുരുണ്ടുകൂടി കിടന്നു ഡേവിഡ്. തോമസ് പതിയെ മകനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പെട്ടെന്ന് അവൻ അയാളുടെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് വാവിട്ട് കരഞ്ഞു. അപ്പ ഞാനത് ചെയ്തിട്ടില്ല. അപ്പ അങ്ങനെ കൊല്ലാനായിരുന്നെങ്കിൽ എന്തിനാ ഇത്രയും കാത്തിരുന്ന്? ഞാൻ ആദ്യം ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നല്ലോ. ലിജു പറഞ്ഞൊക്കെ സത്യമാണോ അപ്പ? അവള് ഗർഭിണിയായിരുന്നോ? അവൻ കരച്ചിലിനിടയിലൂടെ അദ്ദേഹത്തെ നോക്കി. 3 മാസം. അയാൾ പിറുവിറുത്തു. ഞാനല്ല. അവൻ മുടി പിടിച്ച് വലിച്ചുകൊണ്ട് പിറുവിറുത്തു. അറിയാം, തോമസ് മന്ത്രിച്ചു. അപ്പക്കറിയാം എൻ്റെ മകനത് ചെയ്യില്ലെന്ന്. പക്ഷേ ഇപ്പൊ നീ ജയിലിൽ പോകുന്ന നിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരേ ഒരു മാർഗം. ഒരാളെങ്കിലും തന്നെ വിശ്വസിച്ചതിൽ അവന് ആശ്വാസം തോന്നി. തോമസ് മകന്റെ നെറ്റിയിൽ ചുണ്ടി ചേർത്തു. നീ ധൈര്യമായിട്ടിരിക്കണം, ആരെയും ഭയപ്പെടേണ്ട. ഈ അപ്പനുണ്ട് നിന്റെ കൂടെ. പറഞ്ഞു നിർത്തിയതും ഒരു പോലീസ് ജീപ്പ് മുറ്റത്തേക്ക് ഇരച്ചു കയറി. അതിൽ നിന്നും കാക്കിധാരികൾ ഉമ്മറത്തേക്ക് പാഞ്ഞു കയറി. സംഭരിച്ച ധൈര്യമെല്ലാം ചോർന്നു പോകുന്ന തോമസ് അറിഞ്ഞു. കുടുംബാംഗങ്ങളെല്ലാവരും ഹാളിലേക്ക് വന്നു. ആരുടെയും മുഖത്ത് സാധാപമില്ലായിരുന്നു. ത്രേസി മാത്രം മുഖം കൊടുക്കാതെ അകത്തേക്ക് കയറിപ്പോയി. കയ്യിൽ വിലങ്ങ് വയ്ക്കുമ്പോഴും വലിച്ചഴിച്ച് ജീപ്പിൽ കയറ്റുമ്പോഴും അവൻ പ്രതിഷേധിച്ചില്ല. മരിയ ഫെർണാണ്ടസ് എന്നൊരു ഉദ്യോഗസ്ഥയാണ് കേസ് അന്വേഷിക്കുന്നത് മാത്രം മനസ്സിലായി. അവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണവും നടപടിക്രമങ്ങളും പൂർത്തിയായത്. പമ്പിനരികിലും ഷെഡിലുമൊക്കെ തെളിവെടുപ്പ് നടത്തി. കൊന്നെന്നും പിടിച്ചുകളിയെന്നൊക്കെ അവർ പരസ്പരം പറഞ്ഞു. സാറ്, ഞാൻ ആരെയും കൊന്നിട്ടില്ല, അതുകൊണ്ട് നടന്നൊന്നും എനിക്ക് പറയാനറിയില്ല. അതൊക്കെ ഞങ്ങൾ എഴുതി ചേർത്തോളാം ഡേവിഡ് തോമസ് ആലക്കൽ. വാങ്ങിയ കാശിന് പണി ഞങ്ങൾ ചെയ്യണ്ടേ? അതിലൊരുവൻ മന്ത്രിച്ചു. ഡേവിഡ് പകപ്പോടെ അവനെ നോക്കി. നീ ഇത് ചെയ്തിട്ടില്ലെന്ന് ഡിപ്പാർട്ട്മെന്റിൽ പലർക്കും അറിയാം. പക്ഷേ നിന്റെ തലയിൽ കെട്ടിവെക്കാൻ അവർ ശ്രമിക്കൂ. ഏതോ കൊമ്പത്തെ പാർട്ടിക്കാരൻ്റെ കൽപ്പനയാ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളും ഞങ്ങളുടെ പങ്ക് കൈപ്പറ്റി. ഞങ്ങൾ സമ്മതിച്ചില്ലേ മറ്റൊരാൾ എന്തിനാ വെറുതെ നല്ലൊരു അവസരം കളയുന്നത്? ഒരു വിഡ്ഢിയെ പോലെ ഡേവിഡ് ചിരിച്ചു. അപ്പയ്ക്ക് വലിയ പപ്പയും കുടുംബക്കാരെയും ധിക്കരിക്കാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. അതിനു പുറമെയാണ് ഈ അറിവ് കൂടി. താൻ ഇനി പുറം ലോകം കാണില്ലെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. അവരെന്തൊക്കെയോ മാസ്റ്ററിൽ എഴുതി പിടിപ്പിക്കാൻ നോക്കി നിർവികാരനായി നിന്നു ഡേവിഡ്. തെളിവെടുപ്പൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴും ശാപവാക്കുകളും കൂകിവിളികളും അവൻ്റെ കാതിൽ അലയടിച്ചു. ജീപ്പ് മുന്നോട്ട് പോകും തോറും ആരവങ്ങൾ നേർത്ത് വന്നു.
രണ്ടാമത് തെളിവെടുപ്പ് കൈതക്കൽ കുടുംബത്തിൽ തന്നെയായിരുന്നു. ജാൻസിയുടെ വലിയൊരു ഫോട്ടോക്ക് മുന്നിൽ പൂക്കൾ വെച്ചിരിക്കുന്നു. അവളുടെ പിതാവ് പത്രോസ് അവനെ കണ്ടിട്ടും കസേരയിൽ തളർന്നു തന്നെ ഇരുന്നു. ചേച്ചിയുടെ ഭർത്താവ് ആന്റണി അവനെ കണ്ടതും അടിക്കാനായി പല്ല് കടിച്ചുകൊണ്ട് മുന്നോട്ടാഞ്ഞു. ആന്റണിയുടെ ചേച്ചിയുടെ മകനായ അലോഷി അവനെ ദഹിപ്പിച്ച് നോക്കി. കള്ളമായേ, ജയിലിൽ നിന്ന് ഇറങ്ങിയാലും നിന്റെ പണികൾ തീർക്കും, ഓർത്തു വെച്ചോ നീ. അവൻ അലോഷിയെ നോക്കി. എന്നിട്ട് പോലീസുകാർക്കൊപ്പം നടന്നു. ജാൻസിയുടെ അമ്മച്ചി അവനെ തലയിൽ കൈവച്ച് പ്രാഗി കരഞ്ഞു. നീയൊന്നും ഒരു കാലത്തും കുണം പിടിക്കില്ലടാ, ഒരു കാലത്തും കുണം പിടിക്കില്ല. ഈ അമ്മയുടെ കണ്ണീന്റെ ശാപം 7 ജന്മത്തിൽ നീ അനുഭവിക്കും. അവൻ അവരെ നിർവികാരമായി നോക്കി. 2 നിമിഷം നിന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങി. പോലീസ് ജീപ്പിനരിയിലേക്ക് നടക്കും മുമ്പ് ഗേറ്റ് കടന്നൊരു കൊടിവച്ച കാർ അകത്തേക്ക് വന്നു. അതിനുള്ളിൽ നിന്ന് MLA റോയ്മത്തായി ഇറങ്ങി. പിന്നാലെ 2 അണികളും. ആന്റണിയും അലോഷിയും പോലീസുകാരൊക്കെ കൂടി എന്തൊക്കെയോ സംസാരിക്കവേ ഡേവിഡിന്റെ നോട്ട അവിചാരിതമായി റോയിയുടെ കാറിനുള്ളിലേക്ക് നീണ്ടു. അതിൽ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നയാളെ കണ്ടതും അവനൊന്ന് ഞെട്ടി. റോജിൻ? അവന്റെ ചുണ്ടുകൾ പിറുവിറുത്തു. ജാൻസിയുടെ ഉറ്റ കൂട്ടുകാരനാണ് റോജിൻ. അവളുടെ നിഴൽ പോലെ നടക്കുന്നവൻ. ഡേവിഡിന്റെ ഇഷ്ടം നന്നായിട്ട് അറിയുന്നവനാണ്. അവൻ നോക്കിയത് റോജിൻ നോട്ടം മാറ്റിയിരുന്നു. പോലീസുകാർ അവന്റെ കാറിനടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ടപ്പോൾ അവർ തമ്മിൽ പരിചയമുണ്ടെന്ന് അവന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ താൻ നിരപരാധിയാണെന്ന് റോജിൻ അറിയേണ്ടതല്ലേ? നിന്റെ കുറച്ച് കത്തുകളെ ആളുടെ മുറിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒരു പോലീസുകാരൻ മയമില്ലാത്ത ശബ്ദത്തിൽ പറഞ്ഞു. റോജിന്റെ കയ്യിൽ ജാൻസി കൊടുക്കാൻ പറഞ്ഞു നൽകിയ കത്തുകൾ അവൾ ഒരിക്കൽ പോലും സ്വീകരിച്ചിരുന്നില്ല. സാരമില്ല ചേട്ടായി, ഞാൻ സൂക്ഷിച്ചുള്ള എന്ന് പറഞ്ഞു പോയവന്റെ കയ്യിൽ നിന്നും ഇന്നത് തനിക്കെതിരായ തെളിവായിരിക്കുന്നു. നിസ്സായതോടെ തലകുനിച്ചിരിക്കുന്ന ഡേവിഡിനെ നോക്കി റോജിൻ ഗൂഢമായി ഒന്ന് പുഞ്ചിരിച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.